കോട്ട ബാങ്ക് കവർച്ച കേസിലെ നമ്മുടെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളതാണ്. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചിരിക്കുന്നത്. തെളിവെടുപ്പ് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത്. 20-ന് രാവിലെ 10 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, 5 ദിവസം അന്വേഷണത്തിനായി പോലീസ് ചോദിച്ചതാണ്. അത് 2 ദിവസത്തിലേക്ക് ചുരുങ്ങാനിടയായ സാഹചര്യം എന്താണ് സൂരജ്? ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ദിവസത്തെ കസ്റ്റഡി വേണമെന്നായിരുന്നു പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി 2 ദിവസത്തെ കസ്റ്റഡി മാത്രം കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പോലീസുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പ്രതീക്ഷിച്ചിരുന്നു 2 ദിവസമെങ്കിലും കിട്ടണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ 5 ദിവസം നീട്ടി ചോദിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രതി ഓടിച്ചിരുന്ന വാഹനത്തിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് അടക്കം കണ്ടെടുക്കേണ്ടതുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഈ പ്രതിയോട് ഈ നമ്പർ പ്ലേറ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിലും പ്രതി മൊഴി നൽകിയിരിക്കുന്നത് അത് പുഴയിൽ എറിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്പർ പ്ലേറ്റ് അടക്കം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതി സഞ്ചരിച്ച പാതയിലുടനീളം ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോയത് എന്നത് സംബന്ധിച്ചും അവിടെ എത്തിയും ഈ തെളിവുകൾ എടുക്കണം. സ്വാഭാവികമായി ആ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം കണ്ടെടുക്കേണ്ടതുണ്ട്. ഈ പോട്ട ഭാഗത്തേക്ക് വന്ന പ്രതി പിന്നീട് ഈ CCTV ക്യാമറകളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ഇടറോഡുകളിലൂടെയൊക്കെ വളഞ്ഞാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. പ്രതിക്ക് കുരുക്കായതും അത് തന്നെയാണ്. ഈ കൊരട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന പ്രതി പിന്നീട് ഈ പ്രതിയെക്കുറിച്ച് കൊടകര ഭാഗത്തേക്ക് വരികയായിരുന്ന പ്രതി പിന്നീട് ഈ പ്രതിയെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല. അത് പിന്നെ ചെന്നെത്തുന്നു ഈ പോട്ട ഭാഗത്ത് ഈ സ്കൂട്ടർ ചെന്ന് അവസാനിച്ചു എന്ന പോലീസിന്റെ കണ്ടെത്തലാണ്. അങ്ങനെയാണ് ഈ മേഖല പോട്ട കേന്ദ്രീകരിച്ചും ആശാരിപ്പാറ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് പോലീസ് എത്തുന്നത്. അത്തരത്തിൽ അന്ന് പ്രതി സഞ്ചരിച്ച ഇടങ്ങൾ ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ 5 ദിവസം ചോദിച്ചത്. പക്ഷേ 2 ദിവസത്തെ കസ്റ്റഡി ചാലക്കുടി കോടതി നൽകിയിരിക്കുന്നു. 20-ന് കാലത്ത് 10 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാവിലെ വിയൂർ ജയിലിലായിരുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ ഈ തെളിവ് കണ്ടെടുക്കുക എന്നുള്ളത് നിർണായകമാകും. ഹാഷ്മി, 5 ദിവസത്തെ അന്വേഷണത്തിന് ചോദിച്ചു പോലീസ്. പക്ഷേ 2 ദിവസമാണ് പോലീസിന് ഇപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയത്. സൂരജ്, ഇനിയും ഈ 2 ദിവസം പോലീസ് ഏത് രീതിയിലാകും ഈ പ്രതിയെ കൊണ്ട് ഫലപ്രദമായി അന്വേഷണം നടത്താൻ കഴിയുക? എന്താണ് 2 ദിവസത്തെ പോലീസിന്റെ അന്വേഷണ പ്ലാൻ സൂരജ്? ഹാഷ്മി, ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയ ഉടനെ തന്നെ എന്തായാലും പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചുരുളഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇനിയുമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ. ഈ പ്രതി ഒറ്റയ്ക്കാണോ ഇത് ചെയ്തതെന്ന് സംബന്ധിച്ച് പോലീസ് വീണ്ടും വിശദമായി പരിശോധിക്കുകയാണ്. കാരണം പ്രതി ആദ്യഘട്ടത്തിലെല്ലാം നൽകിയ മൊഴിയിൽ താൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇനിയും ഈ സഹായം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധനകൾ വേണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലാകും ആദ്യം നടക്കുക. അതോടൊപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവ് എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ആണ്. ചാലക്കുടി പള്ളിയിൽ ഈ പ്രവാസികളുടെ അമ്പുപെരുന്നാൾ നടക്കുന്ന സമയത്ത് ഈ പള്ളിയിൽ വച്ച് കണ്ട ഒരു സ്കൂട്ടറിന്റെ ബൈക്കിന്റെ നമ്പർ ആയിരുന്നു ഈ പ്രതി വ്യാജ നമ്പർ പ്ലേറ്റ് ആയി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ പ്ലേറ്റും കണ്ടെടുക്കേണ്ടതുണ്ട്. പോലീസ് വിശദമായി പ്രതിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നത് ഇതൊരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു, ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അടിവരയിട്ട് പറയുന്നു അത് ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിയാൻ സാധ്യതയില്ല, തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രതി ബോധപൂർവം പറഞ്ഞതാകാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇത്തരത്തിലുള്ള ചില തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അത്തരം നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. ഹാഷ്മി, സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണോ എന്ന് പോലീസ് ഇപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒറ്റയ്ക്കാണെന്ന് പറയുന്നത് അങ്ങോട്ട് സ്ഥിരീകരിക്കുന്നില്ല. കൂടുതൽ സഹായം വല്ലതും കിട്ടിയിട്ടുണ്ടോ, മോഷണം നടത്താനും രക്ഷപ്പെടാനൊക്കെ ആരെങ്കിലും സഹായമുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ പരിശോധനയിലേക്ക് പോവുകയാണ് പോലീസ്.